പോത്തൻസ് രസോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എള്ളുണ്ടയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഞാനൊരു 100 ഗ്രാം എള്ളാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതേ അളവിൽ ഒരു 100 ഗ്രാം ശർക്കരയും എടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം തന്നെ എള്ളൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട്. ഒരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എള്ള് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എള്ള് നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങി. എല്ലാ എള്ളും നന്നായിട്ട് പൊട്ടി മൂത്തം കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ ഫ്രൈ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 100 ഗ്രാം ശർക്കര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണ് കല്ലൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഇത് ഉരുകി വരുമ്പോഴേക്കും ഒന്ന് അരിച്ചെടുത്തുകൊള്ളുക. ഇതിലേക്ക് ഞാനൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു നൂൽ പരുവമായാൽ മതി. ഒത്തിരി അങ്ങ് അത് നമ്മൾ കൂടുതൽ കുറുക്കി കഴിഞ്ഞാൽ ഒരു 2 നൂൽ പരുവോ അല്ലെ അതിൽ കട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എള്ളുണ്ട കടിച്ച് പൊട്ടിക്കാനേ പറ്റത്തില്ല. ഭയങ്കര കട്ടിയായിപ്പോവും. നന്നായിട്ട് പത വന്ന് തുടങ്ങി. നമ്മളിത് പരുവമായോന്ന് ഒന്നെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ വെച്ച് നോക്കുക. ഇത് പാകമാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കി നോക്കുക. ഇളക്കി നോക്കുമ്പോൾ അത് അലിയുന്നില്ല എങ്കിൽ അത് പരുവമായെന്നുള്ളതാണ്. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന എള്ള് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തോട്ടെ. ഇത് ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പെട്ടെന്ന് ഉരുളകളാക്കി എടുക്കാം. ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് കൈയുടെ ഭാഗത്ത് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. അപ്പം എല്ലാവരും എള്ളുണ്ട വീട്ടിലുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.